രാംചരൺ ശങ്കർ കോംബോയുടെ പുതിയ ചിത്രമായിട്ടുള്ള ഗെയിം ചേഞ്ചർ എന്നുള്ള സിനിമ ഐമാക്സ് DMR വന്നത് അറിഞ്ഞിട്ട് സിനിപോളിസ് ഐമാക്സ് വിത്ത് ലേസർ കൊച്ചിയിൽ കാണാൻ വന്നിരിക്കുകയാണ്. ഗെയിം ചേഞ്ചർ, ആദ്യം തന്നെ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ പറയാം. ഇത് ഐമാക്സിൽ കണ്ടുകൊണ്ട് മലങ്കൾട്ടായിട്ട് തോന്നിയിട്ട് പോലും സൂപ്പറായിട്ട് ഞാൻ എൻജോയ് ചെയ്ത്. പിന്നൊരു പോസിറ്റീവ് കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. കങ്കുവ, ഇന്ത്യൻ 2, പുഷ്പ 2 ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഫാർ ബെറ്ററായിട്ട് ഫീൽ ചെയ്തു. അതൊരു പോസിറ്റീവാണ് എന്നെ സംബന്ധിച്ചിട്ട്. എന്നും പറഞ്ഞ് ഇതൊരു ഗംഭീര പടമാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് മലങ്കൾട്ടായതുകൊണ്ടാണ് ഇത് ആസ്വദിക്കാൻ തന്നെ പറ്റിയത്. നേരത്തെ പറഞ്ഞ 3 സിനിമകൾ മലങ്കൾട്ടായിട്ട് പോലും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനിത് പോസിറ്റീവായിട്ട് പറയണത്. കിയാറ അദ്വാനി, വാട്ട് എ ബ്യൂട്ടിഫുൾ ആക്ട്രസ്, കിഡിലൻ കോസ്റ്റ്യൂംസ്. ശങ്കർ പൊതുവേ സിനിമയിൽ വരുന്ന എല്ലാ ആക്ട്രസിനെയും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കിഡിലൻ കോസ്റ്റ്യൂംസൊക്കെ കൊടുത്തിട്ട് എപ്പോഴും പോർട്രേ ചെയ്യാറുണ്ട്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു, അടിപൊളി. ആക്ട്രസിനെ മാത്രം അങ്ങനെ പോർട്രേ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഞാൻ പറഞ്ഞു വരാം. പിന്നെ അഞ്ജലി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പേരൻപിലൊക്കെ കിഡിലനായിട്ട് അഭിനയിച്ച അഞ്ജലി ഇതിലും ഉണ്ട്. ജയസൂര്യയുടെ പടത്തിലൊക്കെ പണ്ട് കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അഞ്ജലിയുടെ പെർഫോമൻസും എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടു കേട്ടോ. മറ്റൊരു പോസിറ്റീവ് എന്താണെന്ന് മനസ്സിലായ, ഐമാക്സിൽ കണ്ടുകൊണ്ടുള്ള 2.25 മണിക്കൂർ ഐമാക്സിലിരുന്ന് ഈ മലങ്കൾട്ടം കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റി. കിടിലൻ കളേഴ്സും അടിപൊളി സൗണ്ടും ഒക്കെ ആയിരുന്നു. വന്നിരിക്കുന്ന DCP ഐമാക്സ് ആയതുകൊണ്ട് തന്നെ ഒപ്റ്റിമൈസ്ഡ് ഫോർ ഐമാക്സ് DMR ചെയ്തിട്ടുള്ള DCP ആയതുകൊണ്ട് വേറെ ലെവലായിരുന്നു എക്സ്പീരിയൻസ് ആൻഡ് വിഷ്വൽ വൈസ്. ഓഡിയോ എക്സ്പീരിയൻസ് ആൻഡ് വിഷ്വൽ ഗംഭീരമായിരുന്നു, ഒന്നും പറയാനില്ല. അത് ഇതുപോലെയുള്ള ഫാസ്റ്റ് എഡിറ്റഡ് ആയിട്ടുള്ളൊരു പടം. മറ്റൊരു പോസിറ്റീവ്, 2 പേരാണ് എഡിറ്റ് ചെയ്തേക്കുന്നത്. ഞാനിപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഞാൻ കിടുങ്ങിപ്പോയി ആരാണ് എഡിറ്റർ എന്ന് കണ്ടപ്പോഴേക്കും. ഷമീർ മുഹമ്മദും റൂബൻ എന്ന് പറഞ്ഞ ആളുകളും. ഷമീർ മുഹമ്മദ്, നിങ്ങൾ എന്തൊരു പടമാണ് ഒരു കൊല്ലം ചെയ്യുന്നത്. ഒരു രക്ഷയില്ലാത്ത ഫാസ്റ്റ് പേസ്റ്റ് എഡിറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ സിനിമ വെറുക്കാതെ ഇരുന്ന് കാണാൻ പറ്റിയത്. മലങ്കൾട്ടായിട്ട് പോലും എൻജോയ് ചെയ്യാൻ പറ്റിയ മെയിൻ റീസൺ പട്ട 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 ഇങ്ങനെയാണ് എഡിറ്റിങ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോറടിക്കില്ല. ഈ സിനിമ മലങ്കൾട്ടായിട്ട് ഗംഭീരമായിട്ട് ആസ്വദിക്കാൻ പറ്റും. എഡിറ്റിംഗ് അത്ര സൂപ്പറായതുകൊണ്ട്. ക്യാമറ വർക്ക് ബൈ തിരു, പുള്ളിയുടെ ഇതിന് മുന്നേ ഉള്ള ക്യാമറ വർക്ക് കാഞ്ചീപുരം, 24, XXX ഒക്കെ ചെയ്തേക്കണ ആളാണ്. ഹെയറാം ഒക്കെ ചെയ്തേക്കണ പുള്ളിയുടെ ആ ഒരു ക്വാളിറ്റി ഇതിൽ വന്നതെന്ന് വെച്ചാൽ ഡൗട്ട്ഫുള്ളാണ്. ഐ റിയലി ഡൗട്ട് ഇറ്റ്. പക്ഷേ വിഷ്വലി ഇത് ഐമാക്സിൽ കണ്ടുകൊണ്ട് എനിക്ക് ഭയങ്കര പ്ലീസിങ് ആയിരുന്നു. ഭയങ്കര കളർഫുൾ, ജെംസ് മിഠായി പാക്കറ്റിലേക്ക് നോക്കുന്ന പോലെ ഓരോ പാട്ടുകൾ വരുമ്പോഴും ഗംഭീര കളർഫുൾ ഫീലായിരുന്നു. കുറച്ച് സാമ്പിൾസ് ഡ്രൈവിലാക്കി ഞങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷനിലുണ്ട്, പിൻ കമൻറ്റിലും ഇട്ടിട്ടുണ്ട്, എടുത്ത് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കൊടുത്ത പൈസയ്ക്ക് എനിക്ക് ആ കളറും സൗണ്ടും എന്നെ സാറ്റിസ്ഫൈ ചെയ്തു. പക്ഷേ അപ്പോഴും ഞാൻ പറയണത് 500 രൂപയ്ക്ക് ഈ മലങ്കൾട്ട് പോയി കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു വെച്ചാൽ എൻ്റെ കുത്തിക്കഴപ്പായിരുന്നു ഞാൻ പറയും, അത്രേ ഉള്ളൂ. പക്ഷേ അപ്പോഴും ഞാൻ പറയുകയാണ്, ഞാൻ ക്വാളിറ്റീനെ പ്രിഫർ ചെയ്യുന്ന ഒരാളായതുകൊണ്ടും ക്വാളിറ്റീനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളായതുകൊണ്ട് ആ വിഷ്വൽ ആൻഡ് ഓഡിയോ ക്വാളിറ്റി എനിക്ക് കിട്ടി. പിന്നെ ഇങ്ങനത്തെ ഒരു മസാല പടമുണ്ടല്ലോ, ഭയങ്കര DB ഒക്കെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് മിനിച്ച് തകർത്ത് തീയസ്പർ വിസ്ഫോടനമായിരുന്നു. പക്ഷേ ഇതിൻ്റെ വിസ്ഫോടനം സിനിമ അതിനും വലിയ ബോംബായിരുന്നുകൊണ്ട് ആറ്റം ബോംബ് ലെവൽ സീനായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ പറയും, എന്തൊക്കെ പറഞ്ഞാലും പുഷ്പ 2, കങ്കുവ, ഇന്ത്യൻ 2 എൻ്റെ മനസ്സിൽ താഴത്തില്ല. അത്രയും താഴ്ന്ന അവസ്ഥ എനിക്ക് തോന്നിയില്ല ഈ സിനിമയ്ക്ക്. സുജാത എന്ന റൈറ്ററിനെ നഷ്ടപ്പെട്ടതിന് ശേഷം ശങ്കറിൻ്റെ അവസ്ഥ സങ്കടം തോന്നുന്നുണ്ട്. ബോയ്സ് പോലുള്ളൊരു വേറെ ലെവൽ പടമൊക്കെ എടുത്തിട്ടുള്ള ഡയറക്ടറാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഐ ഫീൽ സോ സാഡ്, ഐ ഫീൽ പിറ്റി. ഹീ വാസ് എ ലെജൻഡ് എന്ന് പറയേണ്ട അവസ്ഥ. ഭയങ്കര സങ്കടം തോന്നുന്നു എനിക്കത്. ഞാൻ കൂടുതൽ അതിനും പറയാനുള്ള കാരണം ഭയങ്കര സങ്കടം എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി വേറെ പറയുന്നില്ല. ഇനി ബാക്കി ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു ലിസ്റ്റ് തന്നെ എനിക്ക് എഴുതി വെക്കേണ്ടി വന്നു. സിനിമ തുടങ്ങുമ്പോൾ തന്നെ രാംചരൻ്റെ ഒരു കിണ്ണം കാച്ചി വേറെ ലെവൽ ഇൻട്രോ ഉണ്ട്. അതിൽ ഒരു സീൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കാറ് കൊണ്ടുവന്നിട്ട് ഗുണ്ടകൾ ഒട്ടുക്കത്തൊരു ഡ്രിഫ്റ്റ് അങ്ങോട്ട് ചെയ്യുമ്പോഴേക്കും ആ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ പൊടി കാറിൻ്റെ ടയറിന് ബുള്ളറ്റൊക്കെ പോകണ പോലെ ഇങ്ങനെ തെറിച്ച് പോയിട്ട് സൈഡിൽ കൂടെ ആ പൊടി ഇങ്ങനെ രാംചരൻ്റെ മുഖത്തൊന്നും ആവാതെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകും. അതാണ് രാംചരൻ്റെ ഇൻട്രഡക്ഷൻ, രാംചരൻ്റെ ക്യാരക്ടറിൻ്റെ ഇൻട്രഡക്ഷൻ. അത് കഴിഞ്ഞപ്പോഴാണ്
കുറച്ച് കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത് രാം ചരൺ IAS IPS ഉള്ള ആളാണെന്നുള്ളത്, കളക്ടറാണെന്നുള്ളത്. കളക്ടർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്, വാട്ടർ പ്രൂഫ് ആയിരുന്നുണ്ട്, വാട്ടർ പ്രൂഫ് ആൻഡ് ഡസ്റ്റ് പ്രൂഫ്. IP69 ആയിരുന്നു. എന്തുകൊണ്ടാലും അതൊന്നും ഏൽക്കില്ല, സൈഡിൽ കൂടെ അങ്ങ് പോകും. ആദ്യമായിട്ടാണ് ഞാൻ IP69 ആയിട്ടുള്ള ഒരു കളക്ടറെ കാണുന്നത്. അടിപൊളിയായിരുന്നു. ഇത് കഴിഞ്ഞ് റാ മച്ചാ മച്ചാ റാ എന്ന് പറഞ്ഞ പാട്ടാണ്. വിഷ്വലി കാണാൻ രസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പൊതുവെ ആറ്റ്ലിയുടെ പടത്തിലൊക്കെ കണ്ട പോലെ ഇപ്പം എനിക്ക് തോന്നുന്നു ആറ്റ്ലി പോലും അത് വിടാൻ തയ്യാറായി നിൽക്കണമെന്നുണ്ട്. മറ്റേ ഇൻട്രോ സോങ്ങില്ലേ, വിജയ് പോലും ഇപ്പം അത് മടുത്തിരിക്കുന്ന അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോഴാണ് രാം ചരൺ ആ ഇൻട്രോ സോങ് ഇട്ട് വെച്ചേക്കണത്. ആ ടിപ്പിക്കൽ തമിഴ് തെലുങ്ക് പടം ആ ടെംപ്ലേറ്റ് സാധനം, റാ മച്ചാ മച്ചാ റാ, കാണാൻ നല്ല രസമായിരുന്നു. ഐമാക്സ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്കിത് തുടങ്ങി കഴിയുമ്പോൾ തന്നെ മനസ്സിലായി മലങ്കൾട്ടാണെന്ന് നമ്മുടെ കോക്കണൻ്റെ ഭാഷയിൽ. പിന്നെ ഞാൻ അങ്ങോട്ട് ശരി മോനെ ഇത് അങ്ങനെയാണ്, എന്നാൽ പിന്നെ എൻജോയ് ചെയ്യുക. ഐമാക്സിൽ ഞാൻ ആർമതിക്കാന്നുള്ള മൈൻഡിലാണ് ഞാൻ പിന്നെ ബാക്കി കണ്ടത്. ഇതിന് ശേഷം ജയറാമേട്ടൻ്റെ വരവാണ്. ശങ്കർ എന്നുള്ള സംവിധായകൻ്റെ ഒരു അധപതനം മാത്രമല്ല ഇന്ത്യൻ 2ഉം ഇതൊക്കെ കണ്ടപ്പോൾ തോന്നിയത്, ജയറാം എന്നുള്ള നടൻ്റെ ഒരവസ്ഥ, ഇതിലൊരു റോള്, ആ റോളിൻ്റെ പേര്, ആ ക്യാരക്ടറിൻ്റെ പേരെന്ന് പറയട്ടെ, മഗധിര മുനിമാണിക്യം. ഇത്രയും ഒരു തീട്ട ലെവൽ ക്യാരക്ടർ ജയറാമേട്ടനൊക്കെ എന്തിനാണ് അഭിനയിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനായിട്ട് ആ ക്യാരക്ടർ ചെയ്യുന്ന ഒരു കോപ്രായം, കണ്ടമാനം കോപ്രായം ഉണ്ട് അതിനകത്ത്. ഒരു സാധനം എനിക്കത് കണ്ടപ്പോൾ എനിക്ക് അരോചകമായിട്ട് ഫീൽ ചെയ്ത്. ഒരു കോൾ ഗേളായിട്ടുള്ള ഒരു പെണ്ണിൻ്റെ വയറിൽ മൂക്കിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കണം. എന്നിട്ട് കോള് വരുമ്പോഴേക്കും ആ ഫോൺ എടുത്തിട്ട് പൊക്കിളിൽ അവിടെ കൊണ്ടുപോയി വെക്കുകയൊക്കെ ചെയ്യും. സങ്കടം തോന്നിപ്പോയി. ഇത്രയും ലോ ലെവലൊരു ക്യാരക്ടറൊക്കെ എന്തിനാണ് ജയറാമേട്ടൻ എടുത്തതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. പുഷ്പയിൽ രശ്മികയുടെ ഒരു അവസ്ഥയാണ് എനിക്ക് ജയറാമേട്ടനെ ഈ സിനിമയിൽ ഈ ക്യാരക്ടർ എടുത്തപ്പോൾ എനിക്ക് തോന്നിയത്. എന്തിനാണ് ഇങ്ങനൊരു ക്യാരക്ടറൊക്കെ എടുക്കണം നിങ്ങളൊക്കെ, എനിക്ക് മനസ്സിലാവണില്ല. ഹൊറിബിളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ സിനിമയിലെ ആസ്ഥാന വെറുപ്പിക്കൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് സുനിൽ, നമ്മുടെ പുഷ്പയിലൊക്കെ ഉള്ള സുനിൽ, ജയിലറിലൊക്കെ ഉള്ള കാവാലയിലൊക്കെ കിടലിനായിട്ട് നമ്മളെ ചിരിപ്പിച്ച സുനിൽ, ഇതിനകത്ത് ലോക വെറുപ്പിയൊരു ക്യാരക്ടറാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സിനിമ ചരിത്രത്തിൽ ഞാൻ ഇങ്ങനൊരു വേറെ വെറുപ്പിയൊരു ക്യാരക്ടർ ഐ ഡൗട്ട് ഇറ്റ്, വളരെ വിരളമായിട്ടുണ്ടാവുള്ളൂ. ക്യാരക്ടറുടെ പേരെന്താണെന്ന് അറിയാമോ? സൈഡ് സത്യം അങ്ങനെ കണ്ടോ, സത്യനാണോ സത്യമാണോ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ ആളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഇയാൾ ജനിച്ചപ്പോഴേ സൈഡ് തിരിഞ്ഞെന്തോ ജനിച്ചതാണ് നമ്മുടെ പറ്റി കിടന്നത്. അത് പിന്നെ പുള്ളി എല്ലാം ചെയ്യുന്നത് സൈഡ് തിരിഞ്ഞിട്ടാണ്. ഫുൾ സിനിമയിൽ ഇങ്ങനെ എത്രയും പെട്ടെന്ന് സൈഡായി പോയാൽ മതിയായിരുന്നായിരുന്നു എൻ്റെ ഒരു ഫീലിംഗ്. ഓരോ തവണ സ്ക്രീനിൽ വരുമ്പോൾ ഭൂലോക ലെവൽ വെറുപ്പിക്കലായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. ഗൈസ്, ഞാൻ ഇപ്പോഴേ പറഞ്ഞാൽ ഈ വീഡിയോ ലെങ്തി ആയിരിക്കും, കാരണം അത്രയും അത്രയുണ്ട് ഈ സിനിമയെ പറ്റി പറയാനായിട്ട്. ശങ്കർ സിനിമയിലും തമിഴ് സിനിമയിൽ പൊതുവെ കാണുന്ന സാധനങ്ങളുണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് പണ്ടൊക്കെ രജനീകാന്ത് അണ്ണൻ്റെ പടത്തിലായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്ന, പുള്ളി പോലും അതൊക്കെ ഇപ്പോൾ വിട്ടു. മറ്റേ ചായ എടുത്ത് വരുമ്പോഴേക്കും മറ്റേ മിനിസ്റ്റർ ആവും എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിനകത്ത് പല സാധനങ്ങളുണ്ട്. ഇതിനകത്ത് ഒരു മാള് 1 മിനിറ്റ് കൊണ്ട് ഡെമോളിഷ് ചെയ്യും. എന്താ കാരണം എന്നറിയാമോ? ഫയർ എഞ്ചിൻ കയറൂല എന്നതിനകത്തേക്ക്. രാം ചരൻ്റെ ക്യാരക്ടറിൻ്റെ ഓരോ ലീലാവിലാസങ്ങളാണ് അതൊക്കെ. അത് കാണിക്കണമെല്ലാം കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് മലങ്കൽ ടൈമിൽ നമുക്കിത് എല്ലാം ഐമാക്സിൽ രസമാണ്. ആ എക്സ്പ്ലോഷൻ സീൻ ഉൾപ്പെടെ എല്ലാം കിടിലൻ സൗണ്ടായിരുന്നു. എസ് ജെ സൂര്യയുടെ ക്യാരക്ടറിൻ്റെ പേര് കിടുവാണ്, അത് ഞാൻ പറയാം. വില്ലൻ ക്യാരക്ടർ ഓബ്വിയസ്ലി ജയറാമിൻ്റെ അനിയനായിട്ടുള്ള ക്യാരക്ടറാണ്. അതിലൊക്കെ ട്വിസ്റ്റൊക്കെ ഉണ്ട്, വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ പറയാനുള്ള. ട്വിസ്റ്റൊന്നും ഞാൻ പറയില്ല, ഒന്നും പറയത്തില്ല. അപ്പോൾ എസ് ജെ സൂര്യയുടെ ക്യാരക്ടർ എന്തോ തൊപ്പി വാപ്പ അങ്ങനെ കണ്ടൊരു പേര്, ക്യാരക്ടറിൻ്റെ പേരും തന്നെ എവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. എന്തോ മോപ്പി ദേവി, അത് തന്നെ മോപ്പി ദേവി, അതാണ് ക്യാരക്ടർ. എന്തോന്ന് പേരുടേത്? മോപ്പി ദേവി. എന്തായാലും ഈ ക്യാരക്ടർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, കുറേ പൈസ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് എറിഞ്ഞ് കളിക്കണം, അല്ലാതെ ഇങ്ങനെ കുതിർന്ന് നശിഞ്ഞു പോണ കാണും. ഇതിൻ്റെ പ്രൊഡ്യൂസർ ആരായിക്കോട്ടെ, ഇത് ചെയ്ത ആൾക്ക് കുറച്ചും കൂടി ചിലപ്പോൾ സന്തോഷം കിട്ടിയാനെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. 350-400 കോടി രൂപ മുടക്കിയ പ്രൊഡ്യൂസറിനെ ഹൊമാജ് ചെയ്ത സീനാണെന്നൊക്കെ തോന്നിപ്പോയ അവസ്ഥയായിരുന്നു എനിക്ക്. പിന്നെ ഒരു വലിയ ചർച്ച നടക്കണതാണ്. കളക്ടർ വിളിച്ച് നിർത്തി ആൾക്കാരെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു റഷ്യൻ ലുക്കുള്ളൊരു മച്ചാൻ, ആളെ റഷ്യനായിട്ട് തന്നെ കാണിച്ചേക്കണുണ്ട്. ഓറഞ്ച് തലമുടിയൊക്കെ അടിച്ചിട്ട് ഇരിക്കുന്നൊരു റഷ്യൻ എക്സ്പ്രഷൻ ഇടുന്ന ഒരു സീനുണ്ട്. എനിക്ക് തോന്നണത് മെയിനായിട്ട് ഇവർ തെലുങ്കിലാണ്
സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കണ്ട തെലുങ്ക് വെർഷൻ കേട്ടോ, ബൈ ദ വേ, വിത്ത് ഇംഗ്ലീഷ് ഡബ്. അപ്പോൾ തെലുങ്ക് ഒറിജിനൽ ലാംഗ്വേജിലാണ് ഞാൻ കണ്ടത്. അപ്പോൾ രാം ചരൺ കുറെ തെലുങ്ക് പ്രസംഗിക്കുമ്പോൾ ഈ ഒരു ക്യാരക്ടർ നിങ്ങൾ കാണാതെ പോലെ അയാളെ ഓറഞ്ച് തലയുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കും. ആളുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അത് പുള്ളി അഭിനയിച്ചതല്ല, ശരിക്കും എനിക്കൊന്ന് മറ്റേ ഇങ്ങനെ എന്ത് തേങ്ങയാണ് സംസാരിക്കണത്, ഇത് എനിക്കെങ്ങനെ മനസ്സിലാവും, ആ ലെവലിൽ ഉള്ള ഒരു ഇരിപ്പായിരുന്നു. ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടായി സീൻ. അങ്ങനെ കുറേ സാധനമുണ്ട്, കുറേ സാധനം ഇതിനകത്ത്. ശങ്കർ PVR കളിയാക്കൊണ്ട് AVR എന്നൊക്കെ കാണിച്ചിട്ട് അത് പൊളിച്ച് കളയാനൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു മാള് പൊളിച്ച് കളയാൻ ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്കിങ്ങനെ ഓരോ ഡീറ്റെയിൽസും IMAX കൊണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ആ തൊപ്പിയല്ലല്ലോ, എന്താ കുപ്പിയാ, മോപ്പി ദേവിയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന നമ്മുടെ SJ സൂര്യ ഉണ്ടല്ലോ, ഇടയ്ക്ക് മൊട്ടയടിക്കുന്നത് തന്നെ CJ കാണാൻ ഭയങ്കര ഷോക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുടി വളർന്നിരിക്കുന്ന കോലം കാണിക്കും. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ അല്ലെങ്കിൽ ലോക സിനിമാ ചരിത്രത്തിൽ ഇത്രയും കച്ചറ ഒരു മുടി CJ ഞാൻ വേറെ കണ്ടിട്ടില്ല. നമ്മുടെ ഈ ടോയ്ലറ്റിലൊക്കെ 5-6 കൊല്ലമായിട്ട് ബ്രഷൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അറ്റം ഇങ്ങനെ ഇരിക്കും, അതുപോലെ ഒരു സാധനം വളരെ മോശം എന്ന് പറഞ്ഞാൽ, അതായത് കുളിച്ചിട്ടെന്തോ 5 കൊല്ലമായ അവസ്ഥയിലിരിക്കുന്ന ടൈപ്പ് ഒരു മുടി വളർന്നു വരുന്ന പോലെയൊക്കെ. ഇത് മാത്രമല്ല, കൃതാവക്കിരിക്കുന്ന എനിക്ക് ചിരി വന്നിട്ടുണ്ടല്ല. ഇത്രയും മോശം ഒരു മുടി CGI ഞാൻ എൻ്റെ ഓർമ്മയിൽ തന്നെ ഇല്ല. ഇൻ്റർവെൽ ആവാറായപ്പോഴേക്കും ഒരു സീനുണ്ട്, രാം ചരൺ ഇങ്ങനെ പോലീസ് വണ്ടിയിൽ ഇങ്ങനെ ഹാൻഡ് കഫ്സ് ഇട്ടിട്ട് ചുറ്റും ആടുജീവിതം. ഇതിനകത്ത് ആടുജീവിതം ഓർമ്മിപ്പിക്കുന്ന 2 തരം സീനുകളുണ്ട്. അത് നിറച്ചും കുറേ ആടിൻ്റെ ഇടയിൽ കിടന്നിട്ടുള്ള ഫൈറ്റ്. ശങ്കറിന് എന്തോ പ്രത്യേകതരം ഫാൻറ്റസിയൊക്കെയാണെന്ന് തോന്നിട്ടുള്ളത്. അങ്ങനത്തെ സാധനം സെക്കൻഡ് ഹാഫിലുണ്ട്. ഒരു ആടുജീവിതം കാണിക്കുന്ന, ആട് മെയ്യുന്ന സെറ്റപ്പ് സാധനമൊക്കെ കാണിച്ചിട്ടുണ്ട്. വിഷ്വലി നല്ല ഭംഗിയുണ്ട്, അതൊക്കെ കാണാൻ നല്ല രസമാണ്. IMAX-ലായതുകൊണ്ട് കണ്ടിരിക്കാൻ നല്ല രസമൊക്കെയാണ്. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ള രീതിയിൽ ഒരു സജഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഡയറക്ടറിൻ്റെ. കയ്യിൽ റബ്ബർ ബാൻഡ് ഇടുക, എന്നിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, നമ്മളെ തന്നെ വേദനിപ്പിക്കുക. ഒരു പ്രത്യേകതരം ഒരു ഫെറ്റിഷാണെന്നുകൊണ്ട് ഡയറക്ടറിൻ്റെ. ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉള്ളിലുള്ള നമ്മുടെ ദേഷ്യം പോയി കിട്ടും എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ അതൊന്നും വേണ്ട. താങ്കളുടെ തന്നെ മുന്നത്തെ സിനിമയും ഈ സിനിമയും ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് കണ്ട് മുഴുവിപ്പിച്ചാൽ നിങ്ങളുടെ ദേഷ്യം കുറഞ്ഞു എന്നാണ് അർത്ഥം എന്നാണ് എനിക്ക് ഫീലാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു BGM ഉണ്ട്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ആരാ ചെയ്തേക്കുന്നത്? തമനാണ്. തമൻ. ഈ സിനിമയിൽ തമൻ്റെ ഒരു മ്യൂസിക് ഉണ്ട്, അതായത് മെയിൻ മ്യൂസിക്കാണ്. അത് ഞാൻ പാടി കേൾപ്പിക്കാം കേട്ടോ. ആ മ്യൂസിക് എനിക്കിത് കേട്ടപ്പോഴൊക്കെ തോന്നിയത് എന്താണെന്ന് അറിയാം. അത് മനസ്സിൽ എന്താ ഓടിക്കൊണ്ടിരുന്നത് വെച്ചാൽ ഹലിമിത്തി ബോൾ ആ സാധനമാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ ഇത് കേൾക്കുമ്പോഴും ഞാൻ മനസ്സിൻ്റെ ഉള്ളിൽ ഹലിമിത്തി ബോൾ. ഒന്നാമത് ഞാനൊരു പ്രത്യേക മൈൻഡിലാണ് ഈ സിനിമ കാണുന്നത്. ഞാൻ മറ്റേ എന്താണ് ഇതിൻ്റെ കളേഴ്സും സൗണ്ടൊക്കെ ആസ്വദിച്ചിരിക്കുന്നതാണ്. അപ്പോഴാണ് ഈ സാധനം ഇത് ഓരോ തവണ വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഹലിമിത്തി ബോൾ ആ സാധനമാണ് എനിക്ക് മനസ്സിൽ വരുന്നത്. പിന്നെ സിനിമയുടെ എൻഡിങ്, ഞാൻ പലതരം അപരാധങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് JCB കൊണ്ടുള്ളൊരു അപരാധം ഞാൻ കാണുന്നത്. JCBകൾ കൊണ്ട്, അതായത് എക്സ്കവേറ്റേഴ്സ്, അത് പ്രത്യേകം കൊടുത്ത് കാണിക്കുന്നുണ്ട് ബ്രാൻഡ് ഏതാണെന്ന് JCB, അതുകൊണ്ടാണ് JCB എന്ന് പറയുന്നത്. JCB അപരാധം, അതും ക്ലൈമാക്സിൽ JCB കൊണ്ട് കുറേ വില്ലന്മാരെ കോരുന്നു, അവരെ വലിച്ചെറിയുന്നു. കുറേ പേര് മറ്റേ കുപ്പിയിൽ മറ്റേ ഇതൊക്കെ വെച്ചിട്ട് മറ്റേ മോക്ടെയിൽ ആ സാധനത്തിൻ്റെ പേരെന്താണ്, ആ സാധനം എറിയുമ്പോഴേക്കും അത് കോരിയെടുത്ത് തിരിച്ചെറിയുന്നു. കുറേമാരെ അട്ടിക്ക് ഇങ്ങനെ കോരിയെടുത്തുകൊണ്ട് പോയി മറ്റേ ഗേറ്റിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇടുന്നു. ഞാൻ ഈ ലെവല് JCB അപരാധം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതൊരു പ്രത്യേകതരം അപരാധം വരുന്നു കേട്ടോ. ഒയ്യോ, ഇതിൻ്റെ കൂടെ വേറെ വെച്ച് കിട്ടാനുള്ള സാധനം കൂടിയുണ്ട്. പലതരം പാസങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പലതരം നമ്മൾ സിനിമ കാണാൻ പോയിട്ട് തമിഴ് സിനിമയിലൊക്കെ തെലുങ്ക് സിനിമ പലതരം പാസം കണ്ടു. അച്ഛൻ പാസം, അമ്മ പാസം, ചേച്ചി പാസം, അങ്ങനെ പല പാസം കണ്ടിട്ടുണ്ടാവും. ഇത് വേറൊരു തരം പാസം, വോട്ടിംഗ് മെഷീൻ പാസം. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു പാസം കാണുന്നത്. ഇവിടെ വില്ലൻ അവിടെ വന്നിട്ട് ഫുൾ കുറേ വോട്ടിംഗ് മെഷീൻസ് നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നായകൻ വോട്ടിംഗ് മെഷീൻ സ്വന്തം കൊച്ചിനെ പോലെ തൊക്കത്ത് പിടിച്ചിട്ട് ഫൈറ്റ് ചെയ്യണം. എൻ്റെ മുന്നേ അതൊരു വെറൈറ്റി പാസം തന്നെയായിരുന്നു. പ്രോപ്സ് ടു ദ റൈറ്റർ, വെറൈറ്റി പാസം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വെറൈറ്റിക്ക് ഞാൻ ഈ സ്റ്റാർ കൊടുക്കുന്നു 5-ൽ. വെറൈറ്റി പാസം ആദ്യമായിട്ട് ഞാൻ കണ്ടൊരു സാധനമായിരുന്നു വോട്ടിംഗ് മെഷീൻ പാസം. അത് പൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. പിന്നെ പോസിറ്റീവ്സിൽ ഞാൻ പറയാൻ വിട്ടുപോയ കുറച്ച് കേസുകളുണ്ട്. എപ്പോഴും ഓർത്തത്, രാം ചരണിന് ഇതിനകത്ത് പല ലുക്കുണ്ട്. ഇതിനകത്ത്
2 രാംചരൺ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചിലപ്പോൾ ടീച്ചർ കണ്ടപ്പോഴേക്കും. ഇനി സ്പോയിലർ എന്ന് പറഞ്ഞ കാര്യമില്ലേ, നീയൊക്കെ ഇപ്പോൾ ഇത് പോയി തിയേറ്ററിൽ കാണുന്ന പോലെ. അങ്ങനെ പോയി കാണണമെങ്കിൽ തന്നെ അത് മനസ്സിലാവും, അത് വലിയ സ്പോയിലറൊന്നുമല്ല. ഫസ്റ്റ് ഹാഫ് വരെ ഒരു രാംചരൺ, സെക്കൻഡ് ഹാഫിൽ വേറൊരു രാംചരനൊക്കെ കാണിക്കും, കുറച്ച് വിക്കൊക്കെ ഉള്ള അച്ഛൻ രാംചരൺ. അപ്പോൾ ഈ രാംചരൻ്റെ ക്യാരക്ടർ, പുള്ളിയുടെ പേരെന്തോ കൊണ്ടില്ലെന്നാ, അങ്ങനെ എന്തോ ഒരു പേരാണ്, മറന്നു, എന്തോ കൊണ്ടില്ലെന്നാ, അങ്ങനെ എന്തോ ആണ്. പുള്ളിയുടെ പേര് വെച്ചിട്ട് ഒരു പാട്ട് തന്നെയുണ്ട്, അഞ്ജലിയൊക്കെ ആയിട്ട് ഒരു മറ്റേ ഒരു കാട്ടുജാതി ടൈപ്പ് നൃത്തമൊക്കെ ആയിട്ടൊരു സാധനമുണ്ട്, കൊണ്ടല്ല അങ്ങനെ എന്തോ അങ്ങനെ ഒരു സാധനം. അതാണ് ക്യാരക്ടർ, അച്ഛൻ രാംചരൻ്റെ പേര്. കോളേജ് പോർഷൻ, അതാണ് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയാൻ വിട്ടുപോയി, വേറൊന്നുമല്ല. കോളേജ് പോർഷൻ കാണിക്കുന്ന ഒരു സംഭവമുണ്ട്, കിയാറയായിട്ട് ഇഷ്ടത്തിലാവുന്ന ആ ഒരു പോർഷൻ. അതിനകത്ത് രാംചരൺ ഒരു ബിയേർഡഡ് ലുക്കാണ്, കീടിൽ മുടിയൊക്കെ ഇച്ചിരി വളർത്തി, കിടിലായിരുന്നു, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവം. കാണിക്കുന്ന സാധനങ്ങളൊക്കെ പലതും നമുക്ക് മലങ്കൽ ടവർ അതൊക്കെ തന്നെ തോന്നും, പക്ഷേ ഭയങ്കര രസമായിരുന്നു കാണാൻ. ഒരു സീനൊക്കെ ഉണ്ട് അതിനകത്ത്, ഇങ്ങനെ പൊതുവെ ഈ രാജമൗലിയുടെ സിനിമകളിലൊക്കെ മഗധയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു തരം സീൻ, അത് ഈ സ്ഥലത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തതെന്നറിയില്ല. നല്ല മരങ്ങൾ, അതിൻ്റെ നടുവിൽ കൂടെ രാംചരനും നടി കിയാറയുടെ ക്യാരക്ടറും കൂടി ഇങ്ങനെ നടന്നു കഴിഞ്ഞു. നല്ല ഭംഗിയായിരുന്നു, കിയാറയുടെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. ഇതിലിട്ടിരിക്കുന്ന ഓരോ കോസ്റ്റ്യൂംസും കിടുമായിരുന്നു, അടിപൊളിയായിരുന്നു. ഇതിൽ പിന്നെ മറ്റേ എമി ജാക്സന് കൊടുത്ത പോലത്തെ മറ്റേ കുപ്പി, ഫോണ്, ആ ലെവൽ കോസ്റ്റ്യൂമൊന്നുമില്ല, പക്ഷെ എന്നാലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കിടിലം കോസ്റ്റ്യൂംസ് ആയിരുന്നു. പിന്നെ കിയാറായിട്ട് 2 കിടിലം പാട്ടുകളുണ്ട്. ഒന്നെന്ത് ദോപ്പിന്നാ, അങ്ങനെ എന്തൊരു പേരുള്ളൊരു പാട്ട്, മോപ്പി മറ്റേവനാണ്. ദോപ്പ് എന്ന് പറഞ്ഞൊരു പാട്ട്. അത് ഇവരുടെ ലവ് സ്റ്റോറി കാണിക്കുമ്പോൾ പ്രത്യേക കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്, ലവ് മീറ്റർ, ആങ്കർ മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വെറുപ്പീരായിട്ട് ഞാൻ തോന്നിയത്. പക്ഷേ ഈ ദോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പാട്ടുണ്ട്, പാട്ടൊക്കെ കേൾക്കാൻ എന്തോ പോലെയൊക്കെ ഇരിക്കും, പക്ഷേ അതിൻ്റെ വിഷ്വൽസ് കിടുമായിരുന്നു, ഭയങ്കര രസമായിട്ട്. കോസ്റ്റ്യൂം ആയിക്കോട്ടെ എല്ലാം, ഡാൻസൊക്കെ രസമായിരുന്നു. രാംചരൺ പിന്നെ കൊടൂര ഡാൻസറാണ്, പക്ഷേ ഒക്കണില്ല ഈ പടത്തിൽ, ഒന്നും അങ്ങോട്ട് ഏക്കണില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് എന്തൊക്കെ കാണിച്ചിട്ടും. പിന്നെ ജറഗണ്ടി എന്ന് പറഞ്ഞ പാട്ട്, അത് നിങ്ങൾ കേട്ടോ, ജറഗണ്ടി എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്, എന്തുണ്ടായാലും അറിയില്ല, സാധനം കാണാൻ നല്ല രസമായിരുന്നു. കോസ്റ്റ്യൂംസ് ഞാൻ വീണ്ടും പറഞ്ഞ പോലെ. പിന്നെ ഒരു വെറൈറ്റി പിടിച്ചിട്ടുണ്ട്, നമ്മുടെ ഫ്ലാഷ് എനിക്ക് ഓർമ്മ വന്നു. ഫ്ലാഷ് ഇങ്ങനെ മറ്റേ ഓവർ സ്പീഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ ടൈം ട്രാവൽ ചെയ്യണ മുന്നേ ഒരു സ്പിയർ പോലൊരു സാധനം കാണിക്കും, ഒരു ആംഫി തിയേറ്ററൊക്കെ പോലെ ഇരിക്കുന്നത്, അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഡയറക്ടർ അത് കണ്ടിട്ട് വേണ്ടിയതാണെന്നോ തോന്നണത് ശങ്കർ. എന്തായാലും ഇതിനകത്ത് കുറേ വീടുകളാണ് കാണിക്കുന്നത്. പിന്നെ ഒരു റോഡുണ്ട്, ആകാശത്തിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട്, അതെങ്ങോട്ടാണ് പോണതെന്ന് എനിക്കറിയില്ല. മിക്കവാറും ആ റോട്ടിൽ കൂടെ സഞ്ചരിച്ച് ഈ സിനിമ ഏറി കയറാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ആ റോട്ടിൽ കൂടെ അടിച്ച് ആകാശത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് പടം. അത് ഒരു വിഷ്വൽ റീറ്റായിരുന്നു, ഭയങ്കര രസമായിരുന്നു അത് കാണാനൊക്കെ. എന്തൊക്കെയാണ് സംഭവം, ലോജിക്ക് ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് ഈ പടം കാണാൻ പോയത്, അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും കുഴപ്പമില്ല. പിന്നെ ഞാൻ പറയില്ല, സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി മലങ്കൾട്ടാണ്, പിന്നെ ഞാൻ വേറെ ലെവൽ എൻജോയ്മെൻറ്റിലായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത്. പിന്നെ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് പോസിറ്റീവായിട്ട് പറയണോ നെഗറ്റീവായിട്ട് പറയണോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള വല്ലാത്ത ലെവലൊരു സാക്രിഫൈസ്, ഒരു അമ്മയുടെ എന്തിന് അത് കണ്ടിട്ട് സങ്കടപ്പെടണോ ചിരിക്കണോ അങ്ങനത്തെ ഒരവസ്ഥ ഇപ്പോൾ എനിക്ക്. എന്താണെന്ന് പറയണല്ലോ, നിങ്ങൾ പോയി കണ്ടു നോക്ക്. അപ്പോൾ എന്തായാലും ഈ സിനിമ എൻ്റെ അഭിപ്രായത്തിൽ എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഐമാക്സിൽ പോയിട്ട് ഞാൻ ചെയ്ത പോലെ 500 ടിക്കറ്റ് പ്രൈസും കൊടുത്തിട്ട് സിനിമ തുടങ്ങി കഴിയുമ്പോഴേക്കും ഇതൊരു മലങ്കൾട്ടാന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ അവിടെ എൻജോയ് ചെയ്യണം. കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ടല്ലോ, ഒന്നിച്ച് പോയിട്ട് തകർക്കാൻ പറ്റിയ പടമാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. അതായത് ഇങ്ങനെ കമൻ്റൊക്കെ അടിച്ച് ആ ലെവല് ആലമ്പാൻ പറ്റിയ പടം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സിനിമയായിട്ട് എനിക്കിത് ഫീൽ ചെയ്തത്. ഞാൻ വീണ്ടും പറയണതാണ്, ഇത് ഈ രീതിയിലെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റും. കമ്പയർ ടു എൻ്റെ അഭിപ്രായത്തിൽ കങ്കുവ, ഇന്ത്യൻ 2, പുഷ്പ 2 ഒക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഇത് അറ്റ്ലീസ്റ്റ് എൻജോയബിൾ ആയിരുന്നു എനിക്ക്. മറ്റേതെനിക്ക് മലങ്കൾട്ടായിട്ട് പോലും എനിക്ക് ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇന്ത്യൻ 2 എനിക്ക് താത്തേനെ ഒന്ന് തല്ലിക്കൊല്ലാണെന്ന് തോന്നുന്നെങ്കിൽ മറ്റേ കങ്കുവയിൽ ആ പേട്ടച്ചക്കനെ എനിക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവനെ പോലെ വണ്ടി ഇടിച്ച് കൊല്ലും, അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട ക്യാരക്ടറായിരുന്നു. അത്രയും ഭ്രാന്ത് പിടിച്ചു. അത് നമ്മൾ ഈ GTA കളിക്കുമ്പോൾ ചില ഊളകളെ കാണുമ്പോൾ നമുക്ക് ഇടിച്ച് വണ്ടിയായിട്ട് കൊല്ലാൻ തോന്നൂലേ, അതുപോലത്തെ ഒരു വൃത്തികെട്ട ക്യാരക്ടറായിരുന്നു കങ്കുവ 2 അയ്യോ വരുമോ. എന്തായാലും കങ്കുവയിലുള്ള ആ ക്യാരക്ടർ എനിക്ക് അത്രയും വെറുപ്പിക്കലായിരുന്നു. പുഷ്പയിൽ പിന്നെ രശ്മിക മന്ദാനയുടെ ക്യാരക്ടറായിരുന്നു. ഇതിനകത്ത് അതുപോലെയുള്ള ക്യാരക്ടർ സുനിലാണ്. എൻ്റെ പൊന്നോ, വൈ എന്തായാലും ഇതായിരുന്നു എൻ്റെ ഗെയിം ചേഞ്ചർ എക്സ്പീരിയൻസ് ഇൻ ഐമാക്സ്. സാമ്പിൾസ് ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. മലങ്കൾട്ടായിട്ട് ആസ്വദിക്കുമെങ്കിൽ പൊക്കോ, കിടിലം പടമാണ്.